ഗീതയില് അധ്യായം 15 ഭഗവാൻ പറയുന്നു, വേരുകൾ മേലോട്ടും ശാഖകൾ താഴോട്ടുമായി നിലകൊള്ളുന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തെ അറിയുന്നവനാണ് വേദജ്ഞൻ, വേദത്തെ അറിയുന്നവൻ. അപ്പൊ ആ വൃക്ഷം ഏതാ? വേരുകൾ മേലോട്ടും ശാഖകൾ താഴോട്ട് പോയിട്ട് തലകുത്തനെ നിൽക്കുന്ന വൃക്ഷം. ആ വൃക്ഷത്തെ കാണുകയും അറിയുകയും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് വേദജ്ഞൻ എന്ന് പറഞ്ഞു ഗീതയില് ഭഗവാൻ. അതിന് പലവരും പറയും പ്രപഞ്ചമാണ്. എന്താണ് പ്രപഞ്ചമാണെന്ന് പറഞ്ഞു? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇതെല്ലാം കൂടിയായുള്ള ഈ പ്രപഞ്ചത്തെയാണ് ആ വൃക്ഷത്തോട് ഉപമിച്ചത് എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ധാരണയാണ്. നിങ്ങൾ കണ്ടിട്ടാണോ പറയുന്നത്? ഇതാ ഞാൻ നോക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കാരണം അർദ്ധനാരീശ്വരന ശിവസ്വരൂപത്തെയാണ് ഇലാഹ എന്നും പ്രപഞ്ചമെന്നും പറയുന്നത്. ഈ ശിവസ്വരൂപത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയാണ് മാതാവ്, അർദ്ധനാരി. ഈ അർദ്ധനാരി ശാസ്ത്രം പറയുന്നു, ഈ ഗർഭമായ ഭൂമി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത്. അപ്പോ തിരിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഇവിടെ മേലെയും താഴെയും, പ്രപഞ്ചം മേലെയും താഴെ ഇല്ല. അത് ശാസ്ത്രം, നിങ്ങളത് പറഞ്ഞ ശാസ്ത്രം എതിർക്കും. ശാസ്ത്രത്തിന് ശരിയല്ല. മേലെയും താഴെയും ഇല്ല പ്രപഞ്ചത്തിൽ. ഭൂമി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന, എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ചുവട്ടിൽ. എവിടെ താഴെ, ഏതാണ് താഴെ, ഏതാണ് മേലെ? അതായത് വേരുകൾ മേലെയും ശിഖരങ്ങൾ താഴെയുമായി നിൽക്കാൻ പ്രപഞ്ചത്തിന് ഇല്ല, പ്രപഞ്ചമല്ല. അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് നട്ടുച്ചയാണെങ്കിൽ സൂര്യൻ മുകളിലാണെന്ന് പറയാം. നമ്മൾ ഉച്ചയിൽ നട്ടുച്ച. രാത്രി 12 മണിക്ക് സൂര്യൻ താഴെയാണ്, തലകുത്തനെ ആയില്ലേ? അപ്പോൾ നമ്മൾ ഭൂമി തിരിഞ്ഞ് പോകുമ്പം സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു, ഭൂമി തിരിഞ്ഞ് തലകുത്തനെയായി. അപ്പം പ്രപഞ്ചത്തിന് അത് നരീശ്വരന്റെ ശിവസ്വരൂപത്തിനും ഇലാഹും താഴെ മേലെയില്ല, അതിന് തെക്കും വടക്കുമില്ല. മുകളിലും താഴെയും തെക്കും വടക്കും ഒന്നുമില്ല. ആർക്ക്? പ്രപഞ്ചത്തിന്. പിന്നെ എവിടെയാണ് ഈ ഗീത പറയുന്നത്? മേലെ വേരുകൾ മേലെയും ശിഖരങ്ങൾ താഴെയുമായിട്ടുള്ള ആ വൃക്ഷത്തെ അത് കാണിക്കാവോ? പറയാൻ കഴിയോ? ഞാൻ കാണിക്കാം, നേരിട്ട് വന്നാൽ. അത് പ്രപഞ്ചമല്ല, ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് അറിയുന്നവനാണ് വേദജ്ഞൻ. അതാണ് ഭഗവാൻ കൃഷ്ണനാണ്. അതാണ് മുഹമ്മദ് റസൂള്ള. അതാണ് രാമനും മുഹിയുദ്ദീനും അഹമ്മദ് കബീറും അജ്മീർ ഖാജായും ഗുരു നാനാക്കും ബുദ്ധനും നമ്മുടെ ശ്രീനാരായണ ഗുരുവും നമ്മുടെ ഗുരുവും ഞാനും ആ വേദജ്ഞനാണ്. ആ കൃഷ്ണനും രാമനും മുഹമ്മദും എല്ലാം നാം തന്നെയാണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ച രൂപാന്തരപ്പെട്ട് പ്രപഞ്ചമായി അദൃശ്യതയിൽ നിന്ന് പരമാത്മാവായ ഈശ്വരൻ ആ പ്രകാശമായും അതിലൂടെ രൂപാന്തരപ്പെട്ട് അർദ്ധനാരീശ്വരനായ ശിവനും ഇലാഹുമായും അതിൻ്റെ ഗർഭമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ നാരിയാം ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് ചെറു രൂപത്തിൽ ഈ ശിവൻ പുനർജനിച്ചുള്ള, ആ ഇലാഹ് പുനർജനിച്ചുള്ള, ആ പ്രപഞ്ചം പുനർജനിച്ചുള്ള അവതാരമാണ്, ശിവ അവതാരമാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലല്ലയാണ്. ആ നൂറിറങ്ങി വന്നുള്ള അന്ന മുഹമ്മദ് റസൂലുള്ളയാണ് ഞാനും ഓരോ മനുഷ്യരും. അതാണ് രാമനും കൃഷ്ണനും ബുദ്ധനും മുഹമ്മദും യേശുവും ഗുരുനാനാക്കും എല്ലാ ദൈവികമായവരും നിങ്ങളും ഞാനും ആ ഒന്ന് തന്നെയാണ്. അവർ വേറെ, നമ്മൾ വേറെ. നമ്മൾ അതറിയാത്ത, നമ്മൾ കാണാത്ത, അറിയാത്ത, നമ്മൾ അറിഞ്ഞ ആ യാഥാർത്ഥ്യമാണ് ഞാനും നിങ്ങളും എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് ഉയർന്ന് കണ്ട് അറിഞ്ഞ്
ഉയർന്ന് അനുഭവിച്ച് ബോധോദയം സിദ്ധിച്ച് ആ ദൈവസാക്ഷാത്കാരം പ്രാപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊന്നും പ്രാപിക്കാത്ത ആളുകൾ കുറെ സർക്കസുകളും ധ്യാനങ്ങളും കുണ്ടലി ഉയർത്തലും ഇങ്ങനെ പല വിദ്യകളുമായി നടക്കുന്ന അതിൽ പോയി കാസ് കളിയല്ല മക്കളെ, സമയം ജീവിതവും കളിയല്ല. ആവില്ല. നിങ്ങൾ ദൈവത്തെ, ദൈവികമായവനെ നേരിട്ട് കണ്ടെത്തുക. ആ ശിവനും രാമനും മുഹമ്മദും യേശുവും ആ ഗുരുനാനാക്കും എല്ലാം ബുധനും എല്ലാം എന്നും ഇവിടെ ദൃശ്യമായിക്കൊണ്ട് നിലകൊള്ളുന്നുണ്ട്. ഈ ദൈവത്തെ നിങ്ങൾ വന്ന് കണ്ടാൽ ഈ ദൈവം നിങ്ങൾക്ക് എല്ലാം യാഥാർത്ഥം പുറം കണ്ണിൽ കാണിച്ച് അറിയിച്ച് ബോധ്യമാക്കി ആ യാഥാർത്ഥമാക്കി തീർക്കുന്നതാണ്. അത് പല സർക്കസും കളിച്ചത് കൊണ്ടോ ധ്യാനം പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടോ കിട്ടുന്ന യാഥാർത്ഥ്യമല്ല. അതിന് നിങ്ങൾ ആ ധ്യാനത്തിന് വേണ്ടി ക്ലാസ്സുകൾക്ക് 10,000, 25,000, 50,000 ഒക്കെ പണവും ഫീസ് കൊടുത്ത് ധ്യാനത്തിൽ പങ്കെടുത്ത് അതിപ്പം ദൈവമായി കളിയാന്ന് വിചാരിച്ചിട്ട് വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ജീവിത മക്കളെ പണവും പിന്നെ കുറെ കാവ്യ കൊടുത്തോ കുറെ പച്ച മഞ്ഞ കെട്ടിയോ ഏത് വേഷം ധരിച്ചോ കുറെ മാലകളോ മൂതരങ്ങളോ ഇട്ടത് കൊണ്ടോ ഒന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ ഈശ്വരനെ കണ്ടെത്തുക, അള്ളാഹുവിനെ കണ്ടെത്തുക, ദൈവത്തെ കണ്ടെത്തുക. എന്നിട്ട് ആ ദൈവത്തിനല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, നിങ്ങളെ ദൈവികമാക്കി തീർക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തെ കണ്ടെത്തുക, അള്ളാഹുവെ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളെ ആ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കും.